എന്താ ഇത്ര വലിയ ആലോചന? ഒന്നുമില്ല, നാളത്തെ കാര്യത്തെക്കുറിച്ച്. നാളെ ബർത്ത്ഡേ, ആ കാര്യമൊക്കെ നമ്മൾ മുന്നേ തീരുമാനിച്ചതല്ലേ? എന്താ എന്തെല്ലാം എക്സ്ക്യൂസ് ഉണ്ടോ? ഏയ് ഇല്ല. പിന്നെന്താ? അതല്ലടോ, നാളത്തെ കാര്യം കുഴപ്പമില്ല, അത് കഴിഞ്ഞെന്താ നമ്മൾ രണ്ടുപേരോടി മുങ്ങുന്നു. അതെ, അതാണ് പ്രശ്നം. എന്ത് പ്രശ്നം? ലീവില്ലേ? അതോ സമസ്ത അപരാധങ്ങളും പറഞ്ഞ് ഡോക്ടർ മൈഥിലിയുടെ കാല് പിടിച്ചോ? എന്താ എന്റെ പൊന്നുമോൻ ചെയ്ത കേക്കട്ടെ? അയ്യോ, മാമിനോട് പറഞ്ഞിട്ടൊന്നുമില്ല. എനിക്കെന്തൊരു ടെൻഷൻ പോലെ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. സത്യത്തിലേ അരുൺ കാണണമെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിച്ചപ്പോ ഞാൻ കരുതിയത് നാളത്തെ ബർത്ത്ഡേ നമുക്ക് ക്യാൻസൽ ചെയ്യാം, എന്നിട്ട് ഇപ്പൊ തന്നെ അങ്ങ് മുങ്ങിയാലോ എന്ന് പറയുന്ന. എന്നിട്ടൊരു മാതിരി. എടോ, താൻ സ്കൂളിലും കോളേജിലും പഠിച്ച പോലെയൊന്നും അല്ല ഞാൻ പഠിച്ചത് വളർന്നോക്കെ. താൻ ഈ ഹോസ്റ്റലിന്റെയും കോളേജിന്റെയൊക്കെ കാര്യം പറയുമ്പോ തന്നെ എനിക്ക് ഞെട്ടല്ല. ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നേ? അല്ല, അത്തരം യാത്രകളൊക്കെ നമുക്ക് നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് പോരെ? അതല്ലേ അതിന്റെ ഒരു മര്യാദ? എന്താ? അല്ല, ഇങ്ങനെ ഒരു മര്യാദ പുരുഷൻ ഇക്കാലത്തും ജീവിച്ചിരിപ്പുണ്ടല്ലോ. സത്യത്തിൽ നിന്റെ ഫോസിൽ എടുത്ത് ഏതെങ്കിലും മ്യൂസിയത്തിൽ കൊടുക്കേണ്ടതാ. എന്നെ പറഞ്ഞാ മതി, ഇങ്ങനെ എടുത്തിന്റെ പുറകെ നടന്നല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആകാശം ഇടിഞ്ഞു വീണാലും ശരി, നാളത്തെ ബർത്ത്ഡേ കഴിഞ്ഞ് പിറ്റേ ദിവസം എന്റെ കൂടെ വന്നിരിക്കണം. അല്ലെങ്കിൽ ഞാനെന്താ ചെയ്യാന്നറിയോ? എന്ത് ചെയ്യും? സാറ് ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോ ഞാൻ നേരെ അങ്ങ് വരും. എന്നിട്ട് റിസപ്ഷനിൽ സാറിനെ വിളിച്ചു നിർത്തി എല്ലാരും കാണുക, നിന്നെ ഞാൻ കിസ് ചെയ്യും. നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ലേ? പറയാനോ ചെയ്യാനോ ഒരു ബുദ്ധിമുട്ടും ഇല്ല. വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് ട്രയൽ നോക്കാം. സ്നേഹ വേണ്ട. ചേട്ടെ സ്നേഹ പ്ലീസ്. എങ്കിൽ യാത്രയുടെ കാര്യം കൺഫേം? ആ, കൺഫേം. ഇനി മാറ്റം വരുമോ? ഇല്ല. മാറ്റം വന്നാ എനിക്ക് നേരെ ഹോസ്പിറ്റലിൽ വരാലോ. വന്നോ? എന്റെ അമ്മേ, വില്ലന്മാരുടെ അടുത്തുനിന്ന് മാനം രക്ഷിക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ നിൽക്കുന്ന പോലെ ഒതുങ്ങിക്കൂടി ഒരുത്തന്റെ നിൽപ്പ്. ഇതിനൊക്കെ ഞാൻ എങ്ങനെ കൊണ്ട് നടക്കുമോ എന്തോ. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണോ? ഓ, എന്നെ രാജിവെച്ചങ്ങ് പോയിക്കോന്നായിരിക്കും. അപ്പ സാറിന് യാത്രയിൽ നിന്നങ്ങ് മാറാന്നായിരിക്കും. കൊല്ലും ഞാൻ. വേണ്ട മാഡം, ഞാൻ രാവിലെ പറഞ്ഞില്ലേ സാർ എന്തോ വലിയ പ്രശ്നത്തിലാണെന്ന് തോന്നുന്നുവെന്ന്. അതുകൊണ്ടായിരിക്കും വരാത്തത്. എത്ര തവണയായിട്ട് ഞാൻ വിളിക്കുന്നു, ഒന്ന് ഫോൺ എടുത്താ എന്താ? ഓഫീസിലെ വേറെ ആരെങ്കിലും ഒന്ന് വിളിച്ച് ചോദിച്ചാലോ? അങ്ങനെ വിളിക്കുന്നൊന്നും സാരിങ്ങനെ ഇഷ്ടല്ല. മോനെ, നീ പോയി ചേച്ചിയെ വിളിച്ചിട്ട് വാ. വരുമ്പോ ഫോണും കൂടെ കൊണ്ടുവരാൻ പറയും. ഓരോ ദിവസം കഴിയുന്തോറും വാശി കൂടിക്കൂടി വരിക. പോയവർക്ക് സമാധാനം ഉണ്ടാവും, വീട്ടിലിരിക്കുന്നവർക്കാണല്ലോ സ്വസ്ഥത കിട്ടാത്തത്. എന്താ എന്താ അമ്മേ? അച്ഛൻ എവിടെയെങ്കിലും പോകുന്ന കാര്യം നിന്നോട് പറഞ്ഞിരുന്നോ? ഇല്ല. ഇന്ന് അച്ഛൻ മോളെ വിളിച്ചിരുന്നോ? ഇല്ല. അച്ഛൻ ഓഫീസിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? എന്നോടിപ്പോ ഒന്നും പറയാറില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു കാര്യം ചെയ്, മോളുടെ ഫോണിൽ നിന്ന് അച്ഛനെ ഒന്ന് വിളിച്ചു നോക്ക്. ഞാൻ വിളിക്കുമ്പോൾ എടുത്തില്ലെങ്കിലും മോള് വിളിക്കുമ്പോൾ ചിലപ്പോൾ എടുക്കും. അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നൊന്നും അച്ഛന് ഇഷ്ടാവില്ല. ഞാൻ വിളിക്കില്ല. അച്ഛന്റെ കാര്യം ഓർത്ത് ഇവിടെ ആരും ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഇവിടെ ആരൊക്കെ എന്തൊക്കെ ചിന്തിക്കണമെന്ന് നീയാണോ തീരുമാനിക്കുന്നത്? നോക്ക്, എതിർത്തു പറയാനുള്ള ഒരു ശീലം നിന്റെ നാവിന്റെ തുമ്പത്ത് വളരുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് അടക്കി നിർത്താനേ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫോൺ എടുത്ത് അച്ഛനെ വിളിക്കാൻ പറഞ്ഞാൽ അതവിടെ കേട്ടാ മതി. വിളിക്കേ. ബെല്ലുണ്ട്, എടുക്കുന്നില്ല. അച്ഛൻ നിന്നെ തിരിച്ചു വിളിക്കും. വിളിച്ച ആ നിമിഷം അതെന്നോട് ഒന്ന് പറയണം, കേട്ടല്ലോ? അമ്മേ, അച്ഛനെന്തോ പറ്റിയതാ? ഒന്നുമില്ലടാ, തിരക്ക് കൂടിക്കഴിഞ്ഞാലേ അച്ഛൻ പിന്നെ ഫോൺ എവിടെയാ വെച്ചെന്ന് പോലും നോക്കില്ല. ഞാനൊന്ന് ഓഫീസ് വരെ പോയി നോക്കിയിട്ട് വരാം. അല്ലെങ്കിലേ അമ്മയ്ക്കൊരു സമാധാനം കിട്ടില്ല. അമ്മ പോയിട്ട് വരട്ടെ മോനെ. നീ പാല് കുടിക്ക.
സാരംഗ് ഇവിടെ ഉണ്ടോ? സാർ ഇറങ്ങിയിട്ടില്ല. കുറച്ചു മുമ്പ് ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ വൈകുമെന്ന് പറഞ്ഞു. സാരംഗ്, താനെന്താ ഇവിടെ? ഞാൻ സാരംഗിനെ കുറെ വിളിച്ചു. ഞാൻ മാത്രമല്ല, മക്കളും. എന്താ ഫോൺ എടുക്കാതിരുന്നേ? ആ, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? ഏയ് ഇല്ല. എന്താ പ്രോബ്ലം? നത്തിങ്. സാരംഗ്, നമ്മൾ തമ്മിൽ ചില പ്രോബ്ലംസ് ഉണ്ട്. ഫാദർ ഇവിടെ വന്ന് സാരംഗിനെ കണ്ടതിന്റെ പേരിൽ സാരംഗ് മുഷിഞ്ഞ് സംസാരിക്കുകയും ചെയ്തു. അതവിടെ മാറ്റിവെച്ചേക്ക്. ഇവൻ ഞാൻ സാരംഗിന്റെ ഭാര്യയാണെന്നുള്ള കാര്യം മറന്ന് നമുക്ക് രണ്ട് ഫ്രണ്ട്സിനെ പോലെ സംസാരിക്കാം. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് എന്നോട് പറയാൻ സാരംഗ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ സാരംഗിന് അത് പറ്റുന്നില്ല. ഒരു വിഷയത്തിനും പരിഹാരമൊന്നും ഉണ്ടാക്കി തരാൻ എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷെ ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ. ഓഫീസിൽ എന്താ പ്രോബ്ലം എന്ന് താൻ ചോദിച്ചില്ലേ? എന്നെ ഒരാൾ വഞ്ചിച്ചു. എൻ്റെ മാനേജർ അശോക്. അശോക് ആരുടെങ്കിലും പ്രേരണ കൊണ്ടോ മറ്റോ? അറിയില്ല. ഞാൻ പറഞ്ഞിട്ട് പോലീസ് അവനെ കസ്റ്റഡിയിലെടുത്തു. പക്ഷെ അവൻ്റെ അക്കൗണ്ടിൽ എൻ്റെ കുറച്ച് പണം ഉണ്ടായിരുന്നു. അതവൻ തിരിച്ചു തന്നില്ല. പണം എത്ര ഉണ്ടായിരുന്നു? 75 crores. ഓ ഗോഡ്, അതിങ്ങനെ അയാളുടെ അക്കൗണ്ടില്? അത് ബിസിനസ്സിലെ ചില രീതികളാ. ആ പണം അൺഅക്കൗണ്ടഡ് ആണ്. ആ പണം വാങ്ങിക്കാനായിട്ട് വേറെ മാർഗമൊന്നുമില്ലേ? തൽക്കാലം ഇല്ല. ഹലോ, ഞാൻ അല്പം ബിസിയാണ്, പിന്നെ വിളിക്കാം. സാരംഗ്, ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ മനസ്സ് കൂടുതൽ അസ്വസ്ഥമാവുള്ളൂ. സാരംഗ് വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അയാളുടെ കാര്യത്തിൽ സാരംഗ് എന്തായാലും ഒരു തീരുമാനം എടുക്കുമല്ലോ. അതുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇപ്പൊ സാരംഗിന് വേണ്ടത് കുറച്ച് സ്വസ്ഥതയാണ്. വീട്ടിലേക്ക് വന്ന് കുട്ടികളുമായിട്ടൊക്കെ ഒന്ന് ഇടപഴകുമ്പോൾ ചിലപ്പോ. പേടിക്കണ്ട, ഞാൻ മാറിയെന്നോളാം. പണത്തിന്റെ അളവിനേക്കാൾ വലുതാണ് വിശ്വാസങ്ങൾക്കേറ്റ തിരിച്ചടി. അശോകന്റെ പിന്നിൽ ആരോ ഉണ്ട്. എന്റെ കുഴി തോണ്ടാൻ തീരുമാനിച്ച ആരോ ഒരാൾ. എനിക്ക് അതിനെക്കുറിച്ച് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇറങ്ങുമായിരുന്നു. സാരംഗ് വാ, വീട്ടിൽ ചെല്ലുമ്പോ സാരംഗ് ഒന്ന് ഫ്രഷ് ആവും. പെട്ടെന്നൊന്ന് ഇരുട്ടിലേക്ക് വീണതുപോലെ, മുൻപിലുള്ള വഴികളൊക്കെ അടഞ്ഞതുപോലെ. മതിയാക്കാറായില്ലേ? ചില ദിവസം ഇങ്ങനെയാ. രാമായണം വായിച്ചോണ്ടിരിക്കുമ്പോ മനസ്സിന് വല്ലാത്തൊരു സമാധാനം വന്നു കയറും. ദൈവകാര്യങ്ങളല്ലേ, കൂടുതൽ കൂടുതൽ അങ്ങോട്ട് അടുക്കുമ്പോ അതൊരു സുഖ. ഞാൻ നോക്കിയിട്ട് വരാം. ശരി. താനിങ്ങോട്ട് വരുന്നത് ആരെങ്കിലും കണ്ടോ? ഇല്ല. എന്നാ ബാ. സ്റ്റേഷനിൽ നിന്ന് വിടാൻ ഞാൻ ബാഹുലേനെ കൊണ്ട് പറയിപ്പിച്ചിരുന്നു. പോലീസുകാർ കൂടുതൽ ബുദ്ധിമുട്ടിച്ചൊന്നുമില്ല. സാരംഗിന്റെ ചില ഭീഷണികളുണ്ട്. അത് കാര്യമാക്കണ്ട. തന്നെ അവനൊന്നും ചെയ്യില്ല. അതെ, ആരാ അവിടെ? ഞാൻ വന്നിട്ട് പറയാം. ഇനി തന്റെ ഉദ്ദേശം എന്താ? ഈ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. സാരംഗ് സാറിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഏത് മേഖലയിലും ഫ്രണ്ട്സ് ഉണ്ട്, അനുസരിക്കുന്നവരും ഉണ്ട്. ഞാൻ എവിടെയെങ്കിലും ചത്തു കിടക്കും. എങ്കിൽ പിന്നെ
താൻ എവിടെയെങ്കിലും ദൂരേക്ക് പോയിക്കോ. ആവശ്യത്തിനുള്ള പണം കയ്യിലുണ്ടല്ലോ. അത് തന്നെ എൻ്റെ ഉദ്ദേശവും. കുട്ടിച്ചന് എത്രയാ വേണ്ടത്? പണോ? അതെ, എനിക്ക് വഴി പറഞ്ഞത് കുട്ടിച്ചനാണല്ലോ. ഇത്രയും വലിയ തുക സ്വന്തമാക്കിയെടുക്കാൻ എനിക്ക് ആഗ്രഹമില്ല. നേർപാതി കുട്ടിച്ചന് തന്നേക്കാം. പണം കടല് വെള്ളം പോലെ ഒഴുകുന്നത് കണ്ടവനാ ഞാൻ. ഇനി കാശിന്റെ കാര്യത്തിൽ കൗതുകമൊന്നുമില്ല. ഇതിപ്പോ അണകെട്ടി നിർത്തിയിരിക്കുന്നതിൽ നിന്നൊരംശം ഒലിച്ചു പോയെന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ അവിടെ തന്നെ ഉണ്ട്. കിട്ടിയതുകൊണ്ട് താൻ പോവാൻ നോക്ക്. ശരി, ഞാൻ വിളിച്ചോളാം കുട്ടിച്ചൻ. വേണ്ട, ഇനി അതിന്റെ ആവശ്യമില്ല. നമ്മൾ തമ്മിലുള്ള ഇടപാട് തനിക്ക് വലിയൊരു ലാഭത്തിൽ കലാശിച്ചു. സന്തോഷമായിട്ട് ജീവിക്കും. ശരി എന്നാ, ഗുഡ് നൈറ്റ്. സാരംഗിന്റെ മാനേജറല്ലേ? കാത് കൂർപ്പിച്ചു. ഇതെന്താ ഈ കാണിച്ചു കൂട്ടുന്നത്? കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ആയിട്ട് ഇങ്ങനൊരു കൂട്ടം ആവശ്യമുണ്ടോ? എന്റെ നഷ്ടത്തിന്റെ വേദന ആയുഷ്കാലം എന്നെ കൊത്തിവലിക്കുന്നതാ. അതെനിക്ക് കൂട്ടിവെക്കാനുള്ളതല്ല ലക്ഷ്മി, കൊടുത്ത് തീർക്കാനുള്ളതാ. ഇന്നൊരു അശോകൻ 75 കോടി, നാളെ വേറൊരുത്തൻ. ഭദ്രമെന്ന് വിചാരിക്കുന്ന സാരംഗിന്റെ സാമ്രാജ്യത്തിന്റെ അടിയിൽ നിന്ന് ഞാനൊരു തുളയ്ക്കും. അവൻ പോലും അറിയാതെ അവന്റെ സമ്പാദ്യം ചോർന്നുകൊണ്ടേയിരിക്കും. അവസാനം ഇവിടെ നമ്മുടെ മോന്റെ ചിത്രത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഇരുത്തും ഞാൻ അവനെ. കോടീശ്വരനായ സാരംഗായിട്ടല്ല, കിഴിവ് തെണ്ടാൻ പോലും യോഗ്യതയില്ലാത്തവനായിട്ട്. അത് കാണിച്ചു തന്നിട്ടേ നിന്നെ ഞാൻ ചാവാൻ അനുവദിക്കൂ. അതിനുശേഷമേ എന്റെ ചിതയും കത്തു. മക്കള് 1-2 തവണ വിളിച്ചു. നമ്മൾ ഒന്നിച്ചുണ്ടെന്ന് പറഞ്ഞപ്പോ അവർക്ക് സമാധാനായി. സംഭവിച്ചത് ഒരു വലിയ വീഴ്ചയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് സാരംഗിന് അത് ഈസി ആയിട്ട് മറികടക്കാൻ പറ്റുന്ന. സാരംഗിന്റെ ബിസിനസിന്റെ കണക്കുകളൊന്നും എനിക്കറിയില്ല. ഇപ്പൊ നഷ്ടപ്പെട്ട പണം സാരംഗിന്റെ ബിസിനസ്സിൽ എന്തെങ്കിലും അപകടം ഉണ്ടാക്കുമോ? ഏയ്, നോ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ബിസിനസ്സിന് പുറത്തുള്ള പണമാ. പക്ഷേ ഞാൻ ചതിക്കപ്പെട്ടു മൈഥിലി. അവിടെയാണ് എൻ്റെ സങ്കടം. എത്രയോ പേർ ഏതൊക്കെ രീതിയിൽ എന്നെ വീഴ്ത്താൻ നോക്കിയിട്ടുണ്ടെന്നറിയോ? അവിടെയൊക്കെ ഒരു ട്രിപ്പീസ് കളിക്കാരൻ്റെ മെയ്വഴക്കത്തോടു കൂടി മറിഞ്ഞു പോയതാ ഞാൻ. ഒട്ടും പിടികിട്ടാത്തതുകൊണ്ട് ബിസിനസ് ലോകത്തെ വരാലെന്നുവരെ ചില രഹസ്യ മീറ്റിങ്ങുകളിൽ എനിക്ക് വിളിപ്പേരുമുണ്ട്. അവരൊക്കെ നാളെ അറിയാൻ പോകുന്നത് എന്തായിരിക്കും? സാരംഗ് ചതിക്കപ്പെട്ടു, പ്രതികരിക്കാൻ പോലും ആവാതെ സാരംഗിനെ നിസ്സഹായനായി നിർത്തി മാനേജർ കോടികൾ കൊണ്ടുപോയി. എനിക്ക് നേരെ ചൂണ്ടാൻ മടിച്ച വിരലുകൾ നാളെ എനിക്ക് നേരെ വരും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇങ്ങനൊരു സംഭവം നടന്നു നാളെ എല്ലാവരും അറിയുമായിരിക്കും. പക്ഷെ അതിലൊട്ടും സാരംഗ കുലുങ്ങിയിട്ടില്ല എന്നറിയുമ്പോ ഈ ആളുകളൊക്കെ എന്തു ചെയ്യും? ഈ പരിഹസിക്കാൻ നിൽക്കുന്നവരുടെ മുമ്പിലേക്ക് തല ഉയർത്തിപ്പിടിച്ച് സാരംഗ് ചെന്നാ അവർക്ക് എന്തു പറയാൻ പറ്റും? സാരംഗ് എന്നോട് സത്യസന്ധമായിട്ട് പറയും, ഈ നഷ്ടപ്പെട്ടു പോയ 75 കോടി തിരിച്ചു പിടിക്കാൻ സാരംഗിന് എത്ര സമയമെടുക്കും? 1-2 പ്രോജക്റ്റ് അത്രേ വേണ്ടി വരൂ. ആഹാ, എന്നിട്ടാണോ സാരംഗ് ഇങ്ങനെ തളർന്നു നിൽക്കുന്നത്? ശത്രുക്കളോടൊക്കെ പോയി പണി നോക്കാൻ പറയും. സാരംഗിന് ചെയ്യാൻ കഴിയുന്ന ഒന്നും അവർക്ക് പറ്റില്ല. ആകാശം വെട്ടിപ്പിടിക്കണമെന്ന് വിചാരിച്ചാ അതിനുള്ള കരുത്തുണ്ട് സാരംഗിന്. ഇപ്പൊ ഈ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോ ഒന്നും എന്നെ ബാധിച്ചിട്ടില്ലെന്ന് സാരംഗ് ഒരു തീരുമാനം എടുത്താ അവിടെ സാരംഗ് ജയിക്കും, ശത്രുക്കൾ തോൽക്കും. സാരംഗ് പ്ലീസ്, സാരംഗിന്റെ പതനം കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മുന്നില് നാളെ സാരംഗ് നിൽക്കേണ്ടത് തെളിഞ്ഞ ചിരിയോടെയാ. ആസ് എ ഗുഡ് ഫ്രണ്ട് ഞാൻ എന്തിനും കൂടെ ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. എങ്കിൽ നമുക്ക് പോയാലോ? പോവാം. എന്നാ
കുറച്ചു നേരം നമുക്ക് ഡ്രൈവ് ചെയ്യാം. സാരംഗിന്റെ മനസ്സ് പൂർണ്ണമായിട്ടൊന്ന് ഫ്രീ ആവും വരെ. തനിക്ക് ഓഫീസിലേക്ക് വരാൻ തോന്നിയത് നന്നായി. അല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു പ്ലാൻ? അറിയില്ല. മേ ബി ഞാനൊന്ന് ഡ്രൈവ് ചെയ്യായിരുന്നു. ഒരുപക്ഷെ ഒരു ലോങ് ഡ്രൈവ്. പക്ഷെ അതൊരു സ്വസ്ഥതയുള്ള യാത്രയായിരിക്കില്ല. എവിടെയെങ്കിലും വെച്ച് നിയന്ത്രണം വിടുന്ന. സാരംഗ് പ്ലീസ്, ഇനി ആ മാറ്റർ നമ്മൾ സംസാരിക്കുന്നില്ല. നമുക്കെന്തെങ്കിലും പോസിറ്റീവായിട്ട് സംസാരിക്കാലോ. നമ്മൾ ഇതുപോലൊരു കടിഞ്ചായ്ക്ക് ഇറങ്ങിയിട്ട് നാള് കുറയായില്ലേ? 2019 ജൂൺ 14 ഏറ്റവും അവസാനം നമ്മളിങ്ങനെ ഒരു കട്ടൻ ചായക്ക് ഇറങ്ങിയത്. ആ ഡേറ്റ് എങ്ങനെയാ ഇത്ര കൃത്യമായിട്ട് ഓർത്തു വെച്ചത്? അന്ന് എന്തായിരുന്നു പ്രത്യേകത? ഒരു പ്രത്യേകതയില്ലായിരുന്നു. പിന്നെന്താ ഓർത്തത്? സാരംഗിന്റെ കൂടെയുള്ള ഒരു നിമിഷവും എനിക്ക് മറക്കാൻ പറ്റുന്നതായിരുന്നില്ല. അന്ന് നമ്മൾ വീണ്ടും കുറേ ദൂരം യാത്ര ചെയ്തു. ബീച്ചിൽ പോയി. തിരിച്ചു വരുമ്പോൾ ബീറ്റ് പോലീസുകാരൻ നമ്മുടെ വണ്ടിക്ക് കൈ കാണിച്ചു. അവര് നമ്മുടെ വണ്ടി പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ സാരംഗ് ബഹളം വെച്ചു. ഓർമ്മയുണ്ടോ? പറഞ്ഞപ്പോ ഓർത്തു. എന്റെ മനസ്സിൽ നിൽക്കില്ലതൊന്നും. എന്റെ മനസ്സിലെ ഒരു ഡയറി തന്നെയുണ്ട്. കൊച്ചു കൊച്ചു ഇൻസിഡൻസ് ഒക്കെ കുറിച്ചിടാൻ പറ്റുന്ന ഒരു കുഞ്ഞു ഡയറി. നമ്മുടെ എല്ലാ സന്തോഷങ്ങളും, എന്തിന് ചെറിയ ചെറിയ പരിഭവങ്ങൾ വരെ അതിലുണ്ട്. ഇത്രയൊക്കെ ഓർത്തു വെക്കാൻ പറ്റുന്നത് ഒരു വലിയ ക്വാളിറ്റിയാ. ആ, ഇനി നമുക്ക് മക്കളുടെ അടുത്തേക്ക് പോയാലോ? ഷുവർ. ചായ കുടിച്ചപ്പോ മനസ്സിനൊരു ഉന്മേഷമൊക്കെ കിട്ടിയോ? അതോ ചൂട് ചായ കുടിച്ചപ്പോ മനസ്സങ്ങ് വല്ലാണ്ട് തണുത്തു. അതെന്തായാലും ചായയുടേതല്ല. ഇതുവരെയുള്ള ദിവസങ്ങൾ ഞാൻ മറന്നുപോയിരിക്കുകയാണ്. പക്ഷേ ഈ രാത്രി ഇത് ഞാൻ മറക്കില്ല. സുമ, നിനക്ക് കിടക്കായിരുന്നില്ലേ? അത് സാരമില്ല. സാരംഗിന് ഓഫീസിൽ ചില വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു, ചില ഫോറിൻ ക്ലയൻസ്. അതാ ലേറ്റായ. നീ പോയി കിടന്നോ. ഫുഡൊക്കെ ഞാനെടുത്തു കൊടുത്തോളാം. എടോ, എനിക്ക് വേണ്ടടോ. ഈ നേരത്തിന് കഴിച്ചാൽ ശരിയാവില്ല. അങ്ങനെ വിശന്ന് കിടക്കണ്ട. കൈ കഴുകിയിട്ട് വരൂ. ചൊല്ലു. ഇതെന്തിനാ ഇത്രയും? നന്നായിട്ട് ഭക്ഷണം കഴിക്ക്. എന്തായാലും മനസ്സിന്റെ ടെൻഷനൊക്കെ മാറിയെന്നല്ലേ പറഞ്ഞേ? താൻ കഴിച്ചോ? ഞാനിന്ന് കുറച്ച് നേരത്തെ കഴിച്ചു. തനിക്ക് ബുദ്ധിമുട്ടായല്ലേ? ഒരിക്കലും ഇല്ല. എന്റെ ഡ്യൂട്ടികളൊന്നും ഒരിക്കലും എനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല സാറേ. മുമ്പ് ബിസിനസിന്റെ ഒക്കെ തുടക്കകാലത്ത് സാരംഗ് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വരാറുണ്ടായിരുന്നത്. അന്നൊക്കെ ഞാൻ വിളമ്പി തന്നിട്ട് കാവലിരിക്കും. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ബിസിനസ്സൊക്കെ ഒന്ന് സെറ്റായതിനു ശേഷം നമ്മൾ വീണ്ടും ഒന്നിച്ചാണല്ലോ കഴിക്കാനിരുന്നിരുന്നത്. കുറെ കാലത്തിന് ശേഷം വീണ്ടും. അന്നത്തെ ആ ഓട്ടപ്പാച്ചിൽ പോലുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു എൻ്റെ മുമ്പിലൂടെ ഇപ്പൊ കടന്നുപോയത്. ആ നിലയ്ക്ക് എല്ലാം കറക്റ്റാണ്.